ഒരു ഉൽക്കയുടെ മാത്രം വലിപ്പമുള്ള കുഞ്ഞൻ നക്ഷത്രം, എന്നിട്ടും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയാനകമായ വസ്തുക്കളിലൊന്ന്. സപ്പോസ് നിങ്ങൾ ഇതിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലിറ്ററലി ഇമ്പോസിബിൾ, ബട്ട് സംഹൗ അതിന് സാധ്യമായാൽ ഈ ഭൂമുഖത്ത് ഇതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ആനകളുടെയും ഭാരത്തേക്കാൾ കൂടുതലായിരിക്കും നിങ്ങളുടെ ഭാരം. വിശ്വസിക്കാനാകുന്നില്ലല്ലേ? എങ്കിൽ ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഈ വീഡിയോയിലൂടെ മരണപ്പെട്ടു കഴിഞ്ഞ ഒരു സോംബി നക്ഷത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഒരു യാത്ര പോവുകയാണ് നമ്മൾ. എങ്ങനെയാണ് ഈ സോംബി നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്? ഇത്തിരി കുഞ്ഞന്മാരായിരുന്നിട്ടും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ആറ്റത്തെയും വലിച്ചു കയറുവാനുള്ള ശക്തി ഇവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ലെറ്റ്സ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്ട്രീം ഒബ്ജക്ട്സ് in the universe. നവംബർ 28 ജോസ്ലിൻ ബെൽ എന്ന ആസ്ട്രോണമി സ്റ്റുഡൻറ്റ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ പതിവ് നിരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അക്കാലത്തെ ഏറ്റവും സെൻസിറ്റീവ് റേഡിയോ ടെലിസ്കോപ്പുകളിൽ ഒന്നിലെ ഡേറ്റ അനലൈസ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ ജോലി. നീണ്ട ചാർട്ടുകൾക്കിടയിൽ പതിവ് പാറ്റേണുകളിൽ നിന്നും വിഭിന്നമായി കൃത്യമായ ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തരം പൾസേറ്റിംഗ് പാറ്റേണിൽ അവരുടെ കണ്ണുടക്കി. ഓരോ 1.33 സെക്കൻഡിലും ഇതിൻ്റെ സോഴ്സ് മിന്നി തെളിയുന്നത് പോലെയായിരുന്നു. അറ്റോമിക് ക്ലോക്കുകളോട് പോലും കിടപിടിക്കുന്ന അതിൻ്റെ ആക്യുറസി അവരെ അത്ഭുതപ്പെടുത്തി. എന്തായിരിക്കും ഇത്ര കൃത്യതയുള്ള ഈ സിഗ്നലിൻ്റെ ഉറവിടം? അന്ന് വരെ അറിയാമായിരുന്ന ഒരു പ്രതിഭാസത്തിലും അതിനുള്ള ഉത്തരമുണ്ടായിരുന്നില്ല. ഇനി ഇത് ശരിക്കും പ്രകൃതിദത്തം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലുമോ? എന്തായാലും തമാശ രൂപേണ അവരതിനെ ഇങ്ങനെ നാമകരണം ചെയ്തു: LGM-1, ലിറ്റിൽ ഗ്രീൻ മാൻ 1. ജോസ്ലിൻ ബെല്ലിൻ്റെ LGM-1 സിഗ്നലിൻ്റെ ഉറവിടം തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ യാത്രയിൽ നമ്മൾ ആദ്യം പോകുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ ജനനത്തിലേക്കാണ്. അതിഭീമൻ വാതകഗോളങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു നെബുലയിലേക്ക്. രണ്ട് പവർഫുൾ ഫോഴ്സുകൾ തമ്മിലുള്ള കൃത്യതയാർന്നൊരു ബാലൻസാണ് ഓരോ നക്ഷത്രവും. ധൂളികളും വാതകപടലങ്ങളും ഗുരുത്വാകർഷണത്താൽ അടിഞ്ഞ് പതിയെ ഒരു ഭീമൻ വാതകഗോളമായി മാറുന്നു. ട്രില്യൻസ് ആൻഡ് ബില്യൻസ് ഓഫ് ടൺസ് മാസുള്ള ഈ ഭീമൻ വാതകഗോളം ശക്തമായ ഗുരുത്വാകർഷണത്താൽ ഞെരിഞ്ഞമരുമ്പോൾ ഉൾക്കാമ്പിലെ താപവും മർദ്ദവും കുതിച്ചു വരുന്നു. കോർ ടെമ്പറേച്ചർ 10 മില്യൺ കെൽവിന് മുകളിലെത്തുന്നതോടെ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഫ്യൂസ് ചെയ്ത് ഹീലിയമായി മാറാൻ ആരംഭിക്കുന്നു. ഫ്യൂഷനിലൂടെ പുറന്തള്ളുന്ന ഭീമമായ എനർജി ഗ്രാവിറ്റിക്കെതിരായി ഈ വാതകഗോളത്തെ പുറത്തേക്ക് തള്ളുന്നു. ഒടുവിൽ ഗ്രാവിറ്റിയും റേഡിയേഷൻ പ്രഷറും ഒരു സന്തുലിതാവസ്ഥയിലെത്തുകയും നമ്മുടെ നക്ഷത്രം ജന്മമെടുക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളും ഇങ്ങനെയാണ് ജനിക്കുന്നതും കത്തിജ്വലിക്കുന്നതും. ഇനി അടുത്ത കോടിക്കണക്കിന് വർഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിങ്സ് ആർ ബിറ്റ് ബോറിംഗ്, സോ ലെറ്റ്സ് ഫാസ്റ്റ് ഫോർവേഡ് എ കപ്പിൾ ഓഫ് മില്യൺ ഇയേഴ്സ്. അങ്ങനെ നമ്മുടെ നക്ഷത്രത്തിലെ ഹൈഡ്രജൻ ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. അതോടെ വർഷങ്ങൾ നീണ്ട യുദ്ധത്തിൽ ഗ്രാവിറ്റി വീണ്ടും മേൽക്കൈ നേടുകയും നക്ഷത്രത്തെ കൂടുതൽ ശക്തമായി ഞെരിച്ചമർത്തുകയും ചെയ്യുന്നു. കോർ ടെമ്പറേച്ചർ വീണ്ടും കുതിച്ചു വരികയും ഏകദേശം 100 മില്യൺ കെൽവിന് മുകളിൽ ഹീലിയം ഫ്യൂസ് ചെയ്ത് കാർബണാക്കി മാറ്റപ്പെടുന്നു. വീണ്ടും അടുത്ത ആയിരക്കണക്കിന് വർഷങ്ങൾ ഈ നക്ഷത്രം ഒരു താൽക്കാലിക സ്റ്റെബിലിറ്റി കൈവരിക്കുകയാണ്. ഒടുവിൽ ഹീലിയവും തീരുന്നതോടെ ഈ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടെ സൂര്യനെ പോലെയുള്ള മീഡിയം സൈസ് സ്റ്റാർസ് ഈ കാലയളവിൽ എക്സ്പാൻഡ് ചെയ്തൊരു ജയന്റ് ഫേസിലൂടെ കടന്നു പോവുകയും ഇത്തരം നക്ഷത്രങ്ങളുടെ പുറംഭാഗം അടർന്നുപോയി അവശേഷിക്കുന്ന കോർ ഒരു വൈറ്റ് ഡ്വാർഫ് അല്ലെങ്കിൽ വെള്ളക്കുള്ളനായി മാറുകയും ചെയ്യുന്നു. Alright, let's pause for a moment and see what's going on here. പൗളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയവയിൽ ഒരേപോലുള്ള രണ്ട് കണങ്ങൾക്ക് സെയിം സ്പേസ് ഒക്യുപ്പൈ ചെയ്യുവാൻ സാധിക്കില്ല. ഇതിനെ ഈ കണങ്ങൾ ശക്തമായി പ്രതിരോധിക്കും. ഇതിനെയാണ് ഡീജനറസി പ്രഷർ എന്ന് പറയുന്നത്. 1-2 ഫ്യൂഷൻ സൈക്കിൾ കഴിയുമ്പോൾ ഗ്രാവിറ്റിയുടെ സമ്മർദ്ദം ആറ്റങ്ങളെ വളരെയധികം അടുത്ത് കൊണ്ടുവരികയും പരസ്പരം ഞെരിച്ചമർത്തുകയും ചെയ്യുന്നു. സോ ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ കിക്സ് ഇൻ ചെയ്യുകയും ഗ്രാവിറ്റിക്ക് തടയിടുകയും ചെയ്യുന്നു. ഇതിനെ ഓവർകം ചെയ്യുവാനോ കൂടുതൽ ഹെവി എലമെന്റ്സ് ഫ്യൂസ് ചെയ്യാനോ തക്ക ശക്തി അവയുടെ ഗ്രാവിറ്റിക്കില്ല. അങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളുടെ കോർ ഇത്തരത്തിൽ വെള്ളക്കുള്ളന്മാരായി മാറുന്നത്. എന്നാൽ നമ്മുടെ സ്റ്റാറിനെ പോലെ മാസ് കൂടിയ വലിയ നക്ഷത്രങ്ങളിൽ തിങ്സ് ആർ ബിറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്. ഇവയുടെ തീവ്രമായ ഗ്രാവിറ്റി കോറിനെ അതിശക്തമായി ഞെരിച്ചമർത്തുന്നതിനാൽ കോർ ടെമ്പറേച്ചർ കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിലേക്ക് കുതിച്ചു വരികയും ഇത് കൂടുതൽ ഹെവി എലമെന്റ്സിന്റെ ഫ്യൂഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.
തുടർന്നുള്ള ഏതാനും നൂറ്റാണ്ടുകളിൽ ഈ കാർബൺ കത്തി നിയോൺ ആവുകയും പിന്നീടുള്ള വർഷങ്ങളിൽ നിയോൺ കത്തി ഓക്സിജനായും മാറുന്നു. ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ഈ ഓക്സിജൻ സിലിക്കണായും ഒരു ദിവസത്തിനുള്ളിൽ താഴെ ഈ സിലിക്കൺ അയണായും മാറുന്നു. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻ്റാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. അതായത് ഇരുമ്പ് വരെയുള്ള എലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എനർജി ഇങ്ങോട്ട് കിട്ടുകയും എന്നാൽ ഇരുമ്പിന് മുകളിലേക്കുള്ള ഹെവി എലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്യണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കുകയും വേണം. ജനനം മുതൽ ഇത്രയും നാൾ വരെ ശക്തമായ ഗ്രാവിറ്റിക്കെതിരെ നക്ഷത്രത്തെ താങ്ങി നിർത്തിയ പ്രതിരോധമാണ് പൊടുന്നനെ ഇല്ലാതായത്. അതോടെ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ച ഗ്രാവിറ്റി പൂർണ്ണമായും പിടിമുറുക്കും. ഓരോ ആറ്റങ്ങളും പരസ്പരം ഞെരിഞ്ഞമരും. ഇലക്ട്രോൺ ഡീജനറസി പ്രഷറിന് പ്രതിരോധിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ വമ്പൻ നക്ഷത്രങ്ങളുടെ അതിശക്തമായ ഗ്രാവിറ്റി. അതോടെ ഇലക്ട്രോണുകൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലേക്ക് ക്യാപ്ചർ ചെയ്യപ്പെട്ട് പ്രോട്ടോണുമായി ചേർന്ന് ന്യൂട്രോണായി മാറും. ഒരാറ്റത്തിൻ്റെ 90% എം ടി സ്പേസ് ആണെന്ന് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണുകൾ ശിഥിലമായതോടെ ഗ്രാവിറ്റിയുടെ തീവ്രമായ സമ്മർദ്ദത്തിൽ ഈ സ്പേസിലേക്കെല്ലാം ന്യൂട്രോണുകൾ വന്ന് തിങ്ങി നിറയും. അങ്ങനെ നമ്മുടെ ഭൂമിയേക്കാൾ വലിപ്പമുണ്ടായിരുന്ന ഈ നക്ഷത്രത്തിൻ്റെ കോർ ഏതാനും കിലോമീറ്റർ മാത്രം വലിപ്പത്തിലേക്ക് ചുരുങ്ങും. കോർ തകർന്നതോടെ നക്ഷത്രത്തിൻ്റെ പുറംഭാഗവും അതിശക്തമായി പ്രകാശത്തിൻ്റെ 20 മുതൽ 25% വരെ വേഗതയിൽ ഉള്ളിലേക്ക് തകർന്നു വീഴും. ന്യൂട്രോണുകൾക്കിടയിലുള്ള സ്പേസ് ഇല്ലാതെയായി അവ പരസ്പരം കൂട്ടിമുട്ടി നിൽക്കുന്നു. ന്യൂട്രോൺ ഡീജനറസി പ്രഷർ ഈസ് മച്ച് സ്ട്രോങ്ങർ. നമ്മുടെ സ്റ്റാറിൻ്റെ മാസ് സൂര്യൻ്റെ മാസിൻ്റെ 8 മുതൽ 25 ഇരട്ടി വരെയാണെങ്കിൽ ഈ തകർച്ചയെ പിടിച്ചു നിർത്താൻ ഇത് മതിയാകും. അതോടെ അതിതീവ്ര വേഗതയിൽ പുരോഗമിച്ചു കൊണ്ടിരുന്ന ഈ ഇൻപ്ലോഷൻ ഇൻസ്റ്റൻ്റ്ലി നിൽക്കുകയും ബൗൺസ് ബാക്ക് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്നുണ്ടാകുന്ന ശക്തമായ ഷോക്ക് വേവിൽ ഈ നക്ഷത്രത്തിൻ്റെ പുറംപാളി ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് അത്യുഗ്രമായി പൊട്ടിത്തെറിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ഏതാനും മില്ലി സെക്കൻഡുകൾക്കുള്ളിലാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇതിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് മനസ്സിലാകുന്നത്. This is one of the most amazing and violent explosions in the entire universe, a supernova. ഒരു ഗാലക്സിയെ തന്നെ നിഷ്പ്രഭമാക്കുന്ന ഈ അത്യുഗ്ര സ്ഫോടനത്തോടെയാണ് ആ നക്ഷത്രം അതിൻ്റെ മരണം രേഖപ്പെടുത്തിയത്. എന്നാൽ എല്ലാം അവസാനിച്ചിട്ടില്ല. ആ നക്ഷത്രത്തിൻ്റെ കോർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. എന്നാൽ ഇപ്പോഴത് ന്യൂട്രോണുകൾ തിങ്ങി നിറഞ്ഞ ഒരു കുഞ്ഞു ബോൾ മാത്രമാണ്. മരണപ്പെട്ട നക്ഷത്രത്തിൻ്റെ അവശേഷിപ്പ്, ഒരു സോംബി. ആൻഡ് നൗ വി കോൾ ഇറ്റ് എ ന്യൂട്രോൺ സ്റ്റാർ. 20 കിലോമീറ്ററിൽ താഴെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു സിറ്റിയുടെ മാത്രം വലിപ്പമാണ് ഈ ന്യൂട്രോൺ സ്റ്റാറിനുള്ളത്. എന്നാൽ ഈ വലിപ്പത്തിനുള്ളിൽ നമ്മുടെ സൂര്യൻ്റെ പല മടങ്ങ് മാസ് അടങ്ങിയിട്ടുണ്ട് എന്നോർക്കുമ്പോഴാണ് ഇവൻ എത്രത്തോളം ഭീകരനാണ് എന്ന് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കോഫി സ്പൂൺ കൊണ്ട് ഒരു സ്പൂൺ ന്യൂട്രോൺ സ്റ്റാർ മെറ്റീരിയൽ കോരിയെടുത്താൽ അതിന് മൗണ്ട് എവറസ്റ്റിനേക്കാൾ ഭാരമുണ്ടാകും. ഇനി ഇത് നിങ്ങളുടെ കോഫിയിലിട്ടാലോ, ദാറ്റ് ഈസ് മൗണ്ട് എവറസ്റ്റ് ഇൻ യുവർ കോഫി. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സോക്കോൾഡ് സോളിഡ് മെറ്റീരിയൽസ് എല്ലാം വെറും ഫോഗ് മാത്രമാണ്. അത് നിങ്ങളുടെ കപ്പും ടേബിളും ഭൂമിയും അതിന് മുന്നിലുള്ളതെല്ലാം പുഷ്പം പോലെ തുളച്ച് കടന്നു പോകും. അതായത് ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സങ്കല്പാതീതമാണ്. ഇതിന് കുറച്ചുകൂടി ഡെൻസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ശക്തിക്കും ഗ്രാവിറ്റിയുടെ ഈ തകർന്നടിയൽ പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നില്ല. അത് പൂർണ്ണമായും ഒരു ബ്ലാക്ക് ഹോളായി തകർന്നടിഞ്ഞേനെ. അതുപോലെ തന്നെ ഇതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ ഏകദേശം 1 മില്യൺ ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. ഫോർ കമ്പാരിസൺ നമ്മുടെ സൂര്യൻ്റെ സർഫസ് ടെമ്പറേച്ചർ വെറും 6000 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ഗ്രാവിറ്റി സങ്കല്പാതീതമായ നിലയിൽ തീവ്രതയേറിയതാണ്. ഇത് പലതരം റിലേറ്റിവിസ്റ്റിക് എഫക്റ്റുകൾക്ക് കാരണമാകുന്നു. ഫോർ എക്സാമ്പിൾ, ടൈം ഡൈലേഷൻ. സമയം വലിയ രീതിയിൽ സ്ലോ ആകുന്നു. ഭൂമിയിൽ ഓരോ വർഷം കഴിയുമ്പോഴും ഇവിടെ വെറും 9 മാസം മാത്രമാകും കഴിഞ്ഞിട്ടുണ്ടാവുക. അതിതീവ്രമായ ഈ ഗ്രാവിറ്റി പ്രകാശത്തിൻ്റെ പാതയെ പോലും വളയ്ക്കുന്നു. നിങ്ങൾ ഇതിന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം ഇതിൻ്റെ മുൻവശവും ഇതിൻ്റെ പുറകുവശവും കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ സർഫസിൽ നിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നിങ്ങളുടെ കാലിനും തലയ്ക്കുമിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിഫറൻസ് 100 മില്യൺ ജിയിലേറെ ആയിരിക്കും. കണ്ണ് ചിമ്മുന്നതിന് മുമ്പേ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ആറ്റവും വലിച്ചു കീറപ്പെട്ട് ഒരു സ്ട്രീമായി ന്യൂട്രോൺ സ്റ്റാറിൽ ചെന്ന് പതിക്കും. എന്നിരുന്നാലും നമ്മുടെ ഈ സാങ്കല്പിക യാത്രയിൽ നമുക്ക് ഈ ന്യൂട്രോൺ സ്റ്റാറിലേക്ക് ഒന്നിറങ്ങി നോക്കാം. ഏതാനും മില്ലിമീറ്ററുകൾ മാത്രം കനമുള്ള നേർത്തൊരു അന്തരീക്ഷമാണ് ന്യൂട്രോൺ സ്റ്റാറുകൾക്കുള്ളത്. അതിന് താഴെയായി പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ്.
ശക്തമായ ഗ്രാവിറ്റിയുടെ പിടിയിൽപ്പെട്ട് അമരുന്നതിനാൽ ഏറ്റവും വലിയ കുണ്ടിനും കുഴിക്കും പോലും ഏതാനും സെന്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുണ്ടാവുകയില്ല. സർഫസ് മാറ്റർ ഇലക്ട്രോൺ ഡീജനറസിക്ക് തൊട്ടടുത്തെത്തി നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുമറിയുന്ന പ്ലാസ്മയാണെങ്കിലും അതിതീവ്ര ഗ്രാവിറ്റിയുടെ പ്രഭാവത്തിൽ ഒരു സോളിഡ് ക്രിസ്റ്റൽ പോലെ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ശരി, ഇനി നമുക്ക് പതിയെ ഉള്ളിലേക്ക് ഇറങ്ങാം, സങ്കല്പാതീതമായ ഇവയുടെ ഇന്റേണൽ സ്ട്രക്ചറിന്റെ രഹസ്യങ്ങളിലേക്ക്. ഇതിനെക്കുറിച്ച് വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ. കാരണം ഇവയെ കൂടുതൽ കാര്യക്ഷമമായി പഠിക്കുവാനോ ഇത്തരം എക്സ്ട്രീം കണ്ടീഷൻസ് ഭൂമിയിൽ പുനഃസൃഷ്ടിക്കുവാനോ നമുക്ക് സാധ്യമല്ല. അതിനാൽ മാത്തമാറ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ചുള്ള ചില സ്പെക്കുലേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രസ്റ്റിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്തോറും കൂടുതൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലേക്ക് ക്യാപ്ചർ ചെയ്യപ്പെട്ട് ഹൈലി ന്യൂട്രോൺ എൻറിച്ചായി മാറുന്നത് കാണുവാൻ പറ്റും. സാധാരണഗതിയിൽ എക്സ്ട്രീംലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഈ ന്യൂക്ലിയസുകൾ ഈ ഹൈ പ്രഷറിൽ സ്റ്റേബിളായി നിൽക്കുന്നത് നമുക്ക് കാണാം. ഇനിയും കൂടുതൽ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ ന്യൂക്ലിയസുകൾ തന്നെ പരസ്പരം ഒട്ടിച്ചേർന്ന് ക്ലസ്റ്ററുകളായി രൂപാന്തരപ്പെടുന്നത് നമുക്ക് കാണാം. ആഴങ്ങളിലേക്ക് നമ്മൾ വെക്കുന്ന ഓരോ ചുവടിലും ഈ ന്യൂക്ലിയസുകൾക്കിടയിലുള്ള നേർത്ത ഗ്യാപ്പ് വീണ്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ ന്യൂട്രോൺ ഡീജനറസി പ്രഷറാണ് ഇപ്പോൾ ഈ സ്റ്റാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിലുള്ള ഏത് വസ്തുവിനേക്കാളും 100 ട്രില്യൺ മടങ്ങെങ്കിലും അധികമാണ് ഇപ്പോൾ ഇവിടുത്തെ ഡെൻസിറ്റി. അതാ ആയിരക്കണക്കിന് ന്യൂക്ലിയസുകൾ അടുത്തടുത്ത് വന്ന് ഞെരിഞ്ഞമർന്ന് നീളമുള്ള സിലിണ്ടറുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും താഴേക്ക് പോകുമ്പോൾ ഈ സിലിണ്ടറുകൾ തന്നെ ഞെരിഞ്ഞമർന്ന് ഷീറ്റുകൾ പോലെയുള്ള സ്ട്രക്ചറുകളായി മാറുന്നതും കാണുവാൻ കഴിയും. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ന്യൂക്ലിയർ പാസ്ത, ദ മോസ്റ്റ് ഫ്രീക്കിയസ്റ്റ് ആൻഡ് ലീസ്റ്റ് നോൺ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇൻ ദി യൂണിവേഴ്സ്. നമ്മൾ മുകളിൽ കണ്ട പലതരം സ്ട്രക്ചറുകൾക്ക് രസകരമായ പേരുകളുണ്ട് സയന്റിസ്റ്റുകൾക്കിടയിൽ. ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മെറ്റീരിയൽ ആയിരിക്കാം ഈ ന്യൂക്ലിയർ പാസ്ത. നമ്മുടെ സ്റ്റീലിനേക്കാൾ ക്വിൻറ്റില്യൺ ടൈംസ് എങ്കിലും സ്ട്രോങ് ആണ് ഈ മെറ്റീരിയൽ. ഇനിയും കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുവാൻ നമ്മൾ തീരുമാനിച്ചാൽ ഈ ന്യൂട്രോൺ സ്റ്റാറിന്റെ ക്രസ്റ്റിൽ നിന്നും അതിന്റെ കോറിലേക്ക് നമ്മൾ പ്രവേശിക്കും. ദിസ് ഈസ് പ്യൂർലി ആൻ അൺനോൺ ടെറിട്ടറി. നമ്മൾ ഇതുവരെ കണ്ട എല്ലാത്തിൻ്റെയും ദ മോസ്റ്റ് എക്സ്ട്രീം വേർഷൻസ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെയും റിലേറ്റിവിറ്റിയുടെയും നിയമങ്ങൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ ലിമിറ്റ്സിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നു. ഡീജനറേറ്റ് മാറ്റർ അതിൻ്റെ എല്ലാ പരിമിതികളിലേക്കും എത്തപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ന്യൂട്രോണുകൾ തന്നെ ശിഥിലമായി അവയുടെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസായ കോക്സായി വേർപിരിഞ്ഞ് കോക്സ് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന ആദിമദ്രവ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാകാം. ഈ പ്രപഞ്ചത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ബിഗ് ബാങ്ങിനെ തുടർന്നുള്ള ആദ്യ നിമിഷങ്ങൾ. ഇനി അതല്ലെങ്കിൽ ചില കോക്സുകൾ ചേർന്ന് സ്ട്രേഞ്ച് മാറ്റർ എന്ന ഹൈപ്പോത്തറ്റിക്കൽ പാർട്ടിക്കിൾസായി മാറിയിട്ടുണ്ടാകും. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്, സ്ട്രേഞ്ച് മാറ്റർ. ദേ ആർ സോ ബിസാർ ടു ഈവൻ ബിഗിൻ വിത്ത്. നമുക്കറിയില്ല, ന്യൂട്രോൺ സ്റ്റാറുകളെ കുറിച്ച് നമുക്കുള്ള അറിവ് വളരെ പരിമിതമാണ്. ന്യൂട്രോൺ സ്റ്റാർ ആവുന്നതിന് മുമ്പ് നമ്മുടെ നക്ഷത്രവും മറ്റെല്ലാ നക്ഷത്രങ്ങളെയും പോലെയും സ്വന്തം ആക്സിസിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് കിലോമീറ്റർ വ്യാപ്തി ഉണ്ടായിരുന്ന നമ്മുടെ നക്ഷത്രം 10-15 കിലോമീറ്ററിനുള്ളിലേക്ക് ചുരുങ്ങുമ്പോൾ അതിനാനുപാതികമായ അതിൻ്റെ റൊട്ടേഷൻ സ്പീഡും കുതിച്ചുയരണം. ബിക്കോസ് ഓഫ് ദി കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ദേ റൊട്ടേറ്റ് എക്സ്ട്രീംലി ഫാസ്റ്റ്. ചില അതിവേഗ ന്യൂട്രോൺ സ്റ്റാറുകൾ സെക്കൻഡിൽ 1000 തവണയോളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. അതായത് അവയുടെ ഉപരിതലം പ്രകാശവേഗതയുടെ അടുത്ത വേഗതയിലാണ് സ്പേസിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഹൈ സ്പീഡ് റൊട്ടേഷൻ്റെയും മറ്റ് സവിശേഷതകളുടെയും ഭാഗമായി ന്യൂട്രോൺ സ്റ്റാറുകൾക്ക് അതിശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകാറുണ്ട്. ഇൻഫാക്റ്റ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റ് എന്ന റെക്കോർഡും ന്യൂട്രോൺ സ്റ്റാറിന് സ്വന്തമാണ്. ഫോർ കമ്പാരിസൺ, ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഏതാനും മൈക്രോ ടെസ്ല മാത്രമാണ്. ഈ ഭൂമിയിൽ ലാബുകളിൽ കൃത്രിമമായി നിർമ്മിച്ച ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് 10 ടെസ്ല വരെയാണ്. അതേസമയം ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് മില്യൺസ് ഓഫ് ടെസ്ലയോ അതിൽ കൂടുതലോ ആണ്. അതിൽ തന്നെ പുതുതായി രൂപപ്പെടുന്ന ചില ന്യൂട്രോൺ സ്റ്റാറുകൾക്ക് അതിൻ്റെ 100-1000 ഇരട്ടി വരെ ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകാറുണ്ട്. ഇവയെ വിളിക്കുന്നത് തന്നെ മാഗ്നറ്റാസ് എന്നാണ്. ഇവയുടെ ഈ എക്സ്ട്രീം പവർഫുൾ മാഗ്നറ്റിക് ഫീൽഡിന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലെയും ഹാർഡ് ഡിസ്കിലെയും ഒക്കെ ഡേറ്റ വൈപ്പ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഈ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ പോലെ പ്രവർത്തിക്കുന്നതിനാൽ ഇവയുടെ മാഗ്നറ്റിക് ആക്സിസിൽ കൂടി 2 പവർഫുൾ ലൈറ്റ് ബീംസ് ഉത്ഭവിക്കുന്നു. ഒരു കോസ്മിക് ലൈറ്റ് ഹൗസ് പോലെ ഈ ഫോക്കസ്ഡ് റേഡിയേഷൻ ബീംസ് ന്യൂട്രോൺ സ്റ്റാറിൻ്റെ കറക്കത്തിനനുസൃതമായി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു.
നമ്മുടെ ഭൂമിയുടെ സ്ഥാനം ഇതിൻ്റെ പാതയിലാണെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്ത് കൃത്യമായ ഇടവേളയിൽ മിന്നിക്കത്തുന്ന ഒരു നക്ഷത്രം പോലെ ഇത് കാണപ്പെടും. ഇതിനെയാണ് നമ്മൾ പൾസർ എന്ന് പറയുന്നത്. ഇത്തരമൊരു പൾസറിനെ തേടിയാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. ജോസ്ലിൻ ബെല്ലിൻ്റെ LGM-1 സിഗ്നലിൻ്റെ ഉറവിടം. അതിനുശേഷം ഏതാണ്ട് 3000-ഓളം പൾസറുകൾ നമ്മുടെ തന്നെ ഗാലക്സിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവയെ ഫ്രീക്വൻസിയുടെ മറ്റും അടിസ്ഥാനത്തിൽ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ കലവറയാണ് ഓരോ ന്യൂട്രോൺ സ്റ്റാറും. എന്നാൽ അതിലേറെ നിങ്ങളുടെ ജീവിതത്തിനും ഈ ഭൂമിക്കും നമ്മൾ ഓരോരുത്തരും ഓരോ ന്യൂട്രോൺ സ്റ്റാറിനോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇരുമ്പ് വരെയുള്ള മൂലകങ്ങൾ ഒരു നക്ഷത്രത്തിൻ്റെ കോറിലുണ്ടാകുന്നു എന്ന് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതാണ്. എന്നാൽ അതിനു മുകളിൽ അയഡിൻ, കോപ്പർ, സിങ്ക് തുടങ്ങി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള മൂലകങ്ങൾ മുതൽ ഗോൾഡ്, പ്ലാറ്റിനം, യുറേനിയം തുടങ്ങി നമ്മുടെ നിത്യജീവിതത്തെ ലഘൂകരിക്കുന്ന ഓരോ ഹെവി എലമെൻസും എവിടെ നിന്ന് വന്നു? ഓരോ സൂപ്പർനോവ സ്ഫോടനങ്ങളിലും പുറന്തള്ളപ്പെടുന്ന തീവ്രമായ എനർജിയിൽ ഇരുമ്പിന് മുകളിലുള്ള ഹെവി എലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്യപ്പെടുന്നു. എന്നാൽ അത് മാത്രമല്ല, യുറേനിയം, ഗോൾഡ്, പ്ലാറ്റിനം പോലുള്ള ഹെവിയസ്റ്റ് എലമെൻറ്റ് കൂടുതലായി ഫ്യൂസ് ചെയ്യപ്പെടുന്നത് ന്യൂട്രോൺ സ്റ്റാർ കൂട്ടിയിടിയുടെ ഫലമായാണ്. അതായത് സൂര്യനും ഭൂമിയും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ഏതോ സൂപ്പർനോവ സ്ഫോടനത്തിലും നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഏതോ ന്യൂട്രോൺ സ്റ്റാറുകൾ കൂട്ടിയിടിച്ചപ്പോഴുമൊക്കെ കോടിക്കണക്കിന് ടൺ ഇരുമ്പും ചെമ്പും സ്വർണവും മറ്റു മൂലകങ്ങളുമൊക്കെ ചുറ്റുപാടും ചിതറിത്തെറിച്ചിരുന്നു. പിന്നീട് എപ്പോഴോ ആ ചാരത്തിൽ നിന്ന് ഭൂമിയും സൂര്യനും നമ്മളുമൊക്കെ ഉണ്ടായപ്പോൾ നമ്മളതെല്ലാം കടം കൊള്ളുകയായിരുന്നു. എന്നാൽ വൈറ്റ് ഡോർഫിനും ബ്ലാക്ക് ഹോളിനും ഇടയിൽ ന്യൂട്രോൺ സ്റ്റാറിന് വേണ്ടി ഇങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലോ, ന്യൂട്രോൺ സ്റ്റാറുകൾ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നില്ലായിരുന്നെങ്കിലോ, എങ്കിൽ ഇത്തരം സൂപ്പർനോവകൾ ഉണ്ടാകുമായിരുന്നില്ല. ഇത്തരത്തിൽ ഹെവി എലമെൻസിൻ്റെ ഡിസ്പോസൽ നടക്കുമായിരുന്നില്ല. ഞാനും നിങ്ങളും ഈ ഭൂമിയും ഇതുപോലെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആൻഡ് പവർഫുൾ വസ്തുക്കളിലൊന്നായ ജീവന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ന്യൂട്രോൺ സ്റ്റാറുകൾ മറ്റൊരു തരത്തിൽ അതേ ജീവന് തന്നെ കാരണമാകുന്നു എന്നതാണ് ഈ പ്രപഞ്ചത്തെ നിഗൂഢവും അതിലേറെ മനോഹരവുമാക്കുന്നത്. ന്യൂട്രോൺ സ്റ്റാറുകളുടെ കഥ ഇവിടെ തീരുന്നില്ല. സമയപരിമിതി മൂലം നമ്മൾ അവസാനിപ്പിക്കുന്നു എന്ന് മാത്രം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ഗുഡ് ബൈ.